സോ ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത് തന്നെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുറകെ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോണാണ്. നമ്മൾ ബ്ലാക്ക് ബീസിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ബ്ലാക്ക് ബീസിന് അത് നടക്കില്ല ഗൈസ്. അത് നമ്മൾ വൈറ്റ് അടിക്കാനിട്ടിരിക്കുന്ന വണ്ടിയാണ്. അറിയാമല്ലോ, നമ്മുടെ പുതിയ ബോഡി കോഡ് പ്രകാരം എല്ലാ വണ്ടികളും വൈറ്റ് ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടി മാത്രം ഇപ്പോൾ വൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഈ BMR കൊണ്ടുപോയിട്ട് ലക്ഷ്മിയെ മറ്റേ ബോഡി ബിൽഡേഴ്സിൽ കൊണ്ടുപോകണം. അവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിതൊരു ZMAX പ്ലസ് ആക്കാനാണ് ഉദ്ദേശം. ഈ ഒരു BMR നമ്മൾ ZMAX പ്ലസ് ആക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ ഒന്ന് അഭിപ്രായം നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളെ ചെറുക്കൻ ഇന്നലെ ലാസ്റ്റ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് കിടന്നതാണ്. നമുക്ക് ഈ വണ്ടിയും വൈറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഈ വണ്ടി എന്ന് പറയുന്നത്, ഈ വണ്ടി പെയിൻ്റ് അടിക്കണമെങ്കിൽ പെയിൻ്റ് അടിക്കാനായിട്ട് നമുക്ക് മനസ്സ് വരുന്നില്ല. കാരണം ഇത് മറ്റേ വണ്ടി പോലെ സ്റ്റിക്കറല്ല, ഫുള്ള് പെയിൻ്റാണ്. ഓക്കെ, നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിരിക്കുന്ന വണ്ടിയാണിത്. ഫുള്ള് സ്റ്റിക്കറും കാര്യങ്ങളൊന്നും അല്ല, ഗ്രാഫ്. ഇപ്പോൾ നമുക്കിത് ലക്ഷ്മിയിലോട്ട് കൊണ്ടുപോയിട്ട് അവരുടെ പറഞ്ഞ് സെറ്റപ്പാക്കി മറ്റേ പുള്ളിക്കാരനോടൊക്കെ പറഞ്ഞ് ഇത് ഒരു ZMAX പ്ലസ് ആക്കി എടുക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് വണ്ടി ഇപ്പോൾ ചരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, എന്നാലും നമുക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ബാക്കിട്ടൊന്ന് ഒരുത്തൻ ഹോണൊക്കെ അടിയുന്നുണ്ട്. സൈഡിൽ കൂടി എടുത്തുകൊണ്ട് പോകാമെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയില്ല. നൈസായിട്ട് നമ്മളിപ്പോൾ വണ്ടി എടുത്താലും അപ്പോൾ മഴയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ട്രിപ്പ് വീഡിയോ ആയിരിക്കും വരുന്നത്. നമ്മുടെ ഈ ചെറുക്കൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ലക്ഷ്മിയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. ഓക്കെ, അപ്പം മച്ചാന്മാരെ, ഇത് നമ്മൾ ലക്ഷ്മിയിൽ പോയിട്ട് വന്നതാണ്. അവർ പറഞ്ഞ് അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഫുള്ളാണ് ആ ഗ്യാരേജിൽ, അവിടെ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ബോഡി കോഡ് നിയമം പ്രകാരം എല്ലാ വണ്ടിയും വൈറ്റ് ആക്കാനുള്ളൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് വണ്ടികൾ അവിടെ വന്ന് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ നൈസായിട്ട് അവരുടെ വേറൊരു ഗ്യാരേജിലോട്ടാണ് കയറ്റിയിടുന്നത്. ഇവിടെ നമുക്ക് റിവേഴ്സ് വെച്ചിടാൻ വെച്ചാൽ. ഓക്കെ, ഇവിടെ അവർ പറഞ്ഞ ഒരു ചേട്ടനുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് വണ്ടി നൈസായിട്ട് റിവേഴ്സ് എടുക്കാം. പിന്നെ മച്ചാന്മാരെ, ഞാൻ ഈ മിററും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ടേക്കുന്നത് വേറെ കൊണ്ടല്ല. എൻ്റെ ഫോണൊരു ശോകം ഫോണാണ്. അപ്പോൾ അതിൽ ഭയങ്കര ലാഗുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അത് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് മച്ചാന്മാരെ. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടി അവർക്ക് പണിയാൻ പാകത്തിന് ഷെഡിലൊക്കെ കയറ്റി ഇട്ടോളൂ, അവർ ഇട്ടോളും. ഓക്കെ, നമ്മുടെ ചെറുക്കനെ കൊണ്ടുവന്ന് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, നമുക്കൊന്ന് ഡയൽ ചെയ്യാം ഗൈസ്. അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഹലോ ചേട്ടാ. ഹലോ. പിന്നെ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ വണ്ടി നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരി. ഓക്കെ. ഞാൻ അവിടെ ഒരാളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ നോക്കിക്കാന്ന്. ഇവിടെ അങ്ങനെ ആരെ കണ്ടില്ല കേട്ടോ. ഞാൻ സ്റ്റാഫിനോട് വിളിച്ച് പറയാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വിളിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ആൾ അങ്ങോട്ട് വന്നോളൂ.
ഓക്കെ ഏട്ടാ വിളിച്ച് പറഞ്ഞോളൂ. ഓക്കെ ശരി ശരി ശരി. വണ്ടി ഇതേ നമ്മളിവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാരേജിലൊക്കെ ഇങ്ങോട്ട് കയറ്റി ഇട്ടോളൂല്ലോ. വണ്ടി ഒന്ന് അതിനകത്തോട്ടൊന്നും കയറ്റിയിട്ടേക്കാം കേട്ടോ. നമ്മുടെ സ്റ്റാഫിന് വലിയ വണ്ടിയൊന്നും ഓടിക്കാൻ അറിയത്തില്ല. ഓക്കെ ഏട്ടാ ശരി 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 ശരി. അപ്പോൾ മച്ചാന്മാരെ പുള്ളി പറഞ്ഞ വണ്ടി ഒന്ന് നൈസായിട്ട് ഗ്യാരേജിലേക്ക് കയറ്റി ഇട്ടേക്കാനാണ് പറഞ്ഞത്. നമ്മുടെ വണ്ടി പണിയാൻ വരുന്ന ഏട്ടൻ വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി കയറ്റിയിട്ടേക്കാം. ഇവിടെ ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് മച്ചാന്മാരെ. നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ വീശി ഓടിച്ച് ഓക്കെ ഓക്കെ നമുക്ക് എന്താണെങ്കിലും വണ്ടി അതിനകത്തേക്ക് കയറ്റിയിട്ട് കൊടുത്തേക്കാം. പക്ഷെ പുള്ളി ഇവിടെ ആരെയും കാണാനില്ല. എന്നാലും ആ ചേട്ടൻ പുള്ളീനെ വിളിച്ച് പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വണ്ടി ഇങ്ങനെ നമ്മുടെ ഒരു നീണ്ട കഥയാണത്. നമുക്ക് സെഡ് മാക്സ് പ്ലസ് ആക്കാൻ പറ്റിയില്ല നമ്മുടെ വണ്ടി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ലക്ഷ്മിയിലെ തിരക്ക് അവിടെ അവരുടെ മെയിൻ ഗ്യാരേജിലെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ബൈക്കല്ല, നമ്മുടെ വണ്ടി മഞ്ഞല്ല, ഗ്രാഫൊക്കെ അടിച്ച് നല്ല സെറ്റ് വണ്ടിയായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ വണ്ടി MBD പിടിച്ച് ആര് പറ്റിക്കൊടുത്തതാണെന്ന് തോന്നുന്നു. MBD പിടിച്ച് അങ്ങനെ അവിടെ ഓഫീസിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നോട് അവർ പറഞ്ഞു വണ്ടി ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ബോഡി കോഡ് ആക്കണമെന്ന് പറഞ്ഞു. ബോഡി കോഡ് ആക്കിയിട്ട് ഇനി വേറെ ഈ വണ്ടി ഇനി പണിഞ്ഞ് വേറെ ടൈപ്പൊന്നും ആക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അവർ. അങ്ങനെ നമുക്ക് ഇങ്ങനെ സെഡ് മാക്സ് പ്ലസ് ആക്കാനായിട്ട് പറ്റില്ല ഗൈസ്. ഇനി നമുക്ക് ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറണം, എന്നാലേ പറ്റത്തുള്ളൂ. വണ്ടി അവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് ഗൈസ്. അത് വണ്ടി നമ്മൾ ആശിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ വണ്ടി പണിയണേന് കുറച്ച് കാശ് മതി. പെയിൻ്റ് അടിക്കണമെങ്കിൽ വണ്ടി പണിയണമെങ്കിൽ നല്ല പൈസ വേണം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷത്തിൻ്റെ അടുത്തേ വന്നിട്ടുള്ളൂ. വൈറ്റ് അടിച്ച് വണ്ടി കംപ്ലീറ്റ് വൈറ്റ് അടിച്ച് കണ്ട ഗൈസ്, കംപ്ലീറ്റ് വൈറ്റ് അടിച്ച് ബോഡി കൂടാക്കാം ഒക്കെ കണ്ട ഗൈസ്. നമ്മളെങ്ങനെയായിരുന്നു വെച്ചാൽ വണ്ടിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. വിധി അവർക്ക് ഇവിടെ ഇട്ട് തന്നെ പണിഞ്ഞാൽ മതിയായിരുന്നു. എന്നാലും അവരപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടുത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ അവിടെ സൗകര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് വണ്ടി അവരങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് വെച്ച് MBD പിടിച്ച് വഴിയിൽ ചെക്കിങ് ഉണ്ടായിരുന്നു. അത് കാരണം ഓവർ ഫിറ്റിങ്സൊക്കെ അഴിക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാം അഴിച്ച്. അപ്പോൾ വണ്ടി ഇങ്ങനെയാണ് ഗൈസ്. ടോപ്പ് ലൈറ്റ് ഒന്നും ഓരിയിട്ടില്ല ഇപ്പോഴും, ടോപ്പ് ലൈറ്റൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കാണ്. ഫുള്ള് ബോഡി കോഡ് ആക്കി മച്ചന്മാരെ. ഓക്കെ, ഇനി നമുക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 1 ദിവസത്തെ പണി ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് പോവാം. മഴ ഓക്കെ, അപ്പോൾ അതേ മച്ചന്മാരെ നമ്മൾ വണ്ടിയിനകത്ത് കയറിയിട്ടുണ്ട്. ഡോറാണ് മച്ചന്മാരെ സിസ്റ്റം കഴിഞ്ഞ അടയുന്നതാണ്. നമ്മുടെ വണ്ടി സാറിന് ഇടുന്ന സ്ഥലത്തേക്ക് നമുക്ക് എടുക്കാൻ പോവാം.
ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത മച്ചാന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക,